ഹായ്. നമ്മുടെ കേക്ക് നിങ്ങളിപ്പോൾ ബാക്കിലത്തെ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് ഇത് മാറിയല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് മാറലൊന്നല്ല. ഇപ്പോൾ ക്യാമറയിലേക്കും കുറച്ച് വ്യത്യാസം ഉണ്ടാകും. ഇതിപ്പോൾ എൻ്റെ ചേച്ചിയോട് ഞാൻ നേരത്തെ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ ചേച്ചിക്ക് പറ്റുന്നില്ല. എന്നിട്ട് ചേച്ചി ഇപ്പോൾ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ചേച്ചിയുടെ ഫോണിലാണ് എടുത്തിരുന്നത്. നേരത്തെ ഞാൻ അച്ഛമ്മയുടെ ഫോണിലാണ് എടുത്തിരുന്നത്. അപ്പോൾ നേരത്തെ അടുക്കളയിലായിരുന്നു. ഇപ്പോൾ അടുക്കളന്ന് അമ്മ കയ്യേറി ബിസി ആയിപ്പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഡൈനിങ് ഹാളിൽ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എന്തായാലും നമുക്ക് വെറും മിക്സിങ് സംഭവങ്ങളുള്ളൂ. സോ നമുക്ക് കേക്കിൻ്റെ സാധനങ്ങളിലേക്ക് കിടക്കാം. അപ്പം ഞാൻ എന്താ ഒരു അരക്കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അരക്കപ്പ് പഞ്ചസാരയാണ്. പിന്നെ നമ്മുടെ ബിസ്ക്കറ്റ് ഇതാ നമ്മൾ നന്നായി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഫൈനായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബേക്കിംഗ് സോഡ ഇല്ലേ, ബേക്കിംഗ് പൗഡർ അമ്മ ഇതാ നമുക്ക് ബേക്കിംഗ് പൗഡർ വെള്ളയിൽ കാണില്ലല്ലേ. ബേക്കിംഗ് പൗഡർ ഉണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം റൂം ടെമ്പറേച്ചർ പാലും. ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ആണ് കേട്ടോ. വളരെ ഒരു ചെറിയ സ്പൂൺ ആ സാധനമാണ് ബേക്കിംഗ് പൗഡർ എടുത്തത് കേട്ടോ. പിന്നെ പാല് നിങ്ങൾക്കറിയാലോ, പാലിൻ്റെ അളവ് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് പാല് നമ്മൾ ഇതിൽ ഒഴിച്ചിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിരിക്കും പാല് എത്ര ഉണ്ടെന്ന്. അപ്പോൾ ഇതാ നമ്മൾ ഈ ഫൈനായിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള സാധനത്തിലേക്ക് നമ്മൾ കുറച്ചീശെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോണ്. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ബിസ്ക്കറ്റിലേക്ക് അരക്കപ്പ് ഷുഗർ പൊടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അരക്കപ്പ് ഷുഗറാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അരക്കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഭയങ്കര വ്യത്യാസമില്ലേ. അപ്പോൾ അരക്കപ്പ് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായി, ഇത് ഷുഗർ പൊടിച്ചതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ബേക്കിംഗ് പൗഡർ ഇല്ലേ, എങ്ങനെയാവട്ടെ. ചേച്ചി ഭയങ്കര കുക്കിങ്ങിൽ എക്സ്പേർട്ടാണ്. സോ ഈ ചാനലിലല്ല കേട്ടോ ഒന്നും കാണാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചേച്ചിയുടെ ചാനൽ പറയുന്ന വരുന്നുണ്ട് അഡ്വർടൈസ്. അല്ല ഞാൻ ഇവർ പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞതെന്നല്ല കേട്ടോ. ചേച്ചിക്കൊരു ചാനലുണ്ട്. ചേച്ചിയുടെയും അമ്മയുടെയും ചാനലാണത്. ഈ കട്ടയൊക്കെ ഒന്ന് പോയേ, അതൊക്കെ പാല് വയ്ക്കുമ്പോൾ പൊക്കോളൂ. എന്താ പറയുക, നമ്മുടെ പൗഡേർഡ് ഷുഗർ ഇട്ടിട്ട് നമ്മുടെ കുക്കി കുറിച്ചുള്ള സംഭവങ്ങൾ മിക്സ് ചെയ്യാൻ പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ ഈ കട്ടകളായിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ മാറ്റിക്കളയെന്ന് പറഞ്ഞാൽ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. സോ നമുക്കിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് കഥകൾ പറയാം. ചേച്ചിയുടെ ചാനൽ അപ്പോൾ അത് ആ ചാനലിൽ ആവില്ല, എൻ്റെ ചാനൽ മരുന്നല്ല കേട്ടോ. വളരെ ഫോളോവേഴ്സ് കൂടുതലുള്ള ചാനലാണ്. വളരെ കുറച്ച് കാര്യമാണ് കേട്ടോ. ജസ്റ്റ് 365 days. ഇത് നന്നായി മിക്സ് ചെയ്യാം. സോ മിക്സ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഈ പഞ്ചസാരയുടെ പൊടി ഇപ്പോൾ ഇതിൽ നന്നായി ഇങ്ങനെ കുറച്ച് കട്ട നിങ്ങൾക്ക് ഇതേമാതിരി കാണാം. അത് കുഴപ്പമില്ല, ബിക്കോസ് അമ്മ പറഞ്ഞു അത് പാൽ വയ്ക്കുമ്പോൾ പൊയ്ക്കോളൂന്ന്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ബേക്കിംഗ് പൗഡർ അല്ലേ, ഓക്കെ, എനിക്ക് അപ്പോഴും ഇത് പൗഡറിന് വരുന്നില്ല. ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. സോ അന്നില്ലേ ബേക്കിംഗ് പൗഡർ, ഓക്കെ, നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. മുഴുവൻ പോന്നില്ലേ, വെയിറ്റ് സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പാൽ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇതൊക്കെ നന്നായി മിക്സ് ആവും കേട്ടോ. ഞാൻ പിന്നെയും പറയാണ്, നിങ്ങളുടെ പാല് റൂം ടെമ്പറേച്ചറിലാക്കാൻ നന്നായി നോക്കാം. അത് നമ്മുടെ കേക്ക് നന്നായി പൊന്തി വരുന്നതാണ് അമ്മ പറഞ്ഞത്. അങ്ങനെയല്ല പറഞ്ഞത്, എന്തോ പറഞ്ഞു, ഐ ഡോണ്ട് കറക്റ്റ്ലി റിമെമ്പർ ദാറ്റ്. അപ്പോൾ നമുക്കിനി പാലിൻ്റെ റോളായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പാൽ ആഡ് ചെയ്യാം. തിരി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്ത് അതേമാതിരി വെച്ച് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് കുറച്ച് പാലും കൂടി ഒഴിക്കാം. അങ്ങനെ നോക്കാം.
അപ്പോൾ അതാ നമ്മുടെ സ്വന്തം എന്താ പറയുക ബാറ്റർ ഒരു 5 മിനിറ്റ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കണ്ടില്ലേ നല്ല കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. കണ്ട നല്ല പൊളി തിന്നാൻ തോന്നുന്നുണ്ടോ? അപ്പം നിങ്ങൾ ചോക്ലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ തന്നെ. ഇനി നമുക്ക് ഇത് വെക്കാനുള്ളൊരു പാത്രം ഞാൻ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കേക്ക് ഉണ്ടാക്കുന്ന ട്രേ ഒന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു കുഞ്ഞ പാത്രം എടുത്തിട്ടുള്ളത്. അതിലേക്ക് അപ്പം നമുക്ക് ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. സോ ഇതാ നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഇനി ഇത് നമുക്ക് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിങ്ങനെ ഒരു ബ്രഷ് വെച്ചിട്ട് ഇത് നന്നായി ഇങ്ങനെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യണേ. എല്ലായിടത്തും ആയാലും നമ്മുടെ കേക്ക് നന്നായി ഇങ്ങനെ പിടിക്കാണ്ടൊക്കെ ആവുള്ളൂ. ഈ ഗീക്ക് പകരം ബട്ടർ വേണ്ട ഒരു ബട്ടർ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാറുള്ളത് നമ്മളിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് നമ്മൾ ചെയ്യുന്നു. നന്നായി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ നന്നായി ബട്ടറൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സെറ്റായി വെച്ചിട്ടുള്ള ബാറ്റർ കാണിച്ചൊക്കെ ഓക്കെ. അപ്പം നമുക്ക് ബാറ്റർ നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പൊള്ളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ ബാറ്റർ. പൊളിയെ ഇഷ്ടപ്പെട്ടു. ഇനിയും ബാറ്റർ അതിൻ്റെ അകത്തുണ്ട്. മുഴുവൻ ബാറ്റർ ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഇത് ഫുള്ള് സെറ്റ് ആയിട്ട് ഇനി ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് ബബിൾസ് വരുന്നത്. കണ്ടില്ലേ ബബിൾസ് ഇങ്ങനെ കുഞ്ഞേ ഇതായിട്ട് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ നന്നായി ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അമ്മയുടെ സഹായത്തോടു കൂടി നമ്മൾ ഇത് കുക്കറിൻ്റെ ഉള്ളിൽ വെക്കാൻ പോകും. ഇതാ നമ്മൾ പൊളിയായിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇത് വലിയവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇത് കൈയൊക്കെ പൊള്ളാനുള്ള നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അമ്മ ചെയ്തു തന്നത്. അപ്പോൾ നമ്മുടെ കേക്കിനുള്ള ടോപ്പിംഗ് ഞാൻ കേക്ക് ആവണേൻ്റെ ഇടയിൽ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ടോപ്പിംഗ് വേറെ ഒന്നുമല്ല, നമ്മുടെ കുറച്ച് കാഷ്യൂനട്ട്സ് ഇങ്ങനെ ഒരു എന്താ പറയുന്നത് ഒന്നിങ്ങനെ പൊട്ടിച്ച് കുഞ്ഞിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ബെതറി കൊടുത്ത് ടോപ്പിംഗ് ചെയ്യാൻ പോകുന്നത്. സോ അതല്ലോ നമുക്ക് കേക്ക് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ കേക്ക് ഒന്ന് പകുതി ഒരു വെവാകുമ്പോഴാണ് നമ്മൾ ഈ ടോപ്പിംഗ് ഇട്ട് കൊടുക്കുക. അപ്പം അമ്മ പറഞ്ഞിട്ടുണ്ട് സമയമായെന്ന്. അപ്പോൾ നമുക്ക് വരുമ്പോഴാം. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ടോപ്പിംഗ് ഇട്ട് കൊടുക്കാം. അമ്മയാണ് കേട്ടോ ടോപ്പിംഗ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. ബിക്കോസ് എനിക്കിതിൽ വലിയ എക്സ്പേർട്ടൊന്നുമല്ല ഞാൻ. അമ്മ കുറേ കേക്ക് ഉണ്ടാക്കുന്നതാണ്. ഇടയ്ക്ക് കേക്ക് ഉണ്ടാക്കുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ ടോപ്പിംഗ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരിത്തിരി പ്രാവശ്യം കൂടി ഒരിത്തിരി നേരം കൂടി ഒന്ന് അടച്ച് വെച്ച് സെറ്റാക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ അറ്റ് ലാസ്റ്റ് നമ്മുടെ കേക്കൊക്കെ പൊള്ളിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് പുറത്തേക്ക് എടുക്കണം. നമ്മുടെ കേക്കൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. കണ്ടില്ലേ നല്ല പൊളി സാധനമല്ലേ. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്യാം. എനിക്ക് അറിയില്ല ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇതാ കട്ട് ചെയ്യുന്നത്. അത്യാവശ്യത്തിന് നല്ലോണം സോഫ്റ്റാണ്. അയ്യോ കയറിപ്പോന്നു. എനിക്ക് തീരെ കട്ട് ചെയ്യാറില്ല കേട്ടോ. ഇനി നമുക്ക് കേക്കിൻ്റെ പീസ് എടുക്കാം. അയ്യോ പകുതി എൻ്റെ ഉള്ളിൽ പൊട്ടിപ്പോന്നു. നോ പ്രോബ്ലംസ്. അപ്പോൾ കഴിച്ചൊക്കെ അഭിപ്രായം പറയൂ. ഞാൻ